പുതിയൊരു വീട് നിർമ്മിക്കുമ്പോൾ കൂടുതലും പുതുമകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ കേരള സ്റ്റൈലിൽ വീട് പണിയുന്നവരുണ്ട്, കൊളോണിയൽ സ്റ്റൈൽ, കണ്ടംപററി സ്റ്റൈൽ, മോഡേൺ സ്റ്റൈൽ, ഇങ്ങനെ ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരാനാണ് വീട് നിർമ്മാണത്തിൽ നമ്മൾ ശ്രമിക്കാറുള്ളത്. വീട് നിർമ്മാണത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരു പരിധിവരെ നിങ്ങൾക്ക് മൈ ഹോമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭൂമിക്ക് അനുസൃതമായി നിർമ്മിച്ച ഒരു ഭവനം. ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ബാത്റൂമിൽ ടൈൽ ഇടുമ്പോഴത്തേക്ക് നമ്മൾ തേപ്പ് തൊട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മളൊരു വീടിൻ്റെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്താണ് അതിൻ്റെ പ്ലോട്ട് സെലക്ട് ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് മൈ ഹോമിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് നമുക്ക് അതിൻ്റെ എക്സ്റ്റേണൽ വ്യൂവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പ്ലോട്ടിൻ്റെ ഘടന അത് 3 തട്ടായിട്ടാണ് ഇതിൻ്റെ പ്ലോട്ട് കിടക്കുന്നത്. ഈ പ്ലോട്ടിനെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ടോട്ടൽ 50 സെൻറ്റിലുള്ള ഈ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മാവ്, തെങ്ങ്, അതുപോലെ തുടങ്ങിയ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിലൂടെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം പ്രകൃതിയുമായി അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നതെന്ന്. അപ്പം നമുക്ക് കാണുമ്പോൾ വളരെ വലുതായിട്ട് തോന്നുന്ന ഈ വീടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഈ വീട്ടിലെ മെമ്പറായ മിസ്സസ് ഫെറ്റിൻ്റെ അടുത്ത്. ഹായ് ചേച്ചി, മൈ ഹോമിലേക്ക് സ്വാഗതം. ശരിക്കും ഈ ഒരു വീടിൻ്റെ ഞങ്ങൾക്ക് തോന്നിയ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്ലോട്ടിൻ്റെ ആ ഒരു ഘടനയാണ്. കാരണം 3 തട്ടായിട്ടാണ് ഇതിൻ്റെ പ്ലോട്ട് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലോട്ടിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു കൺസ്ട്രക്ഷൻ ഈ വീട് ചെയ്യാൻ കാര്യം? ഇത് ആക്ച്വലി ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്ലോട്ടാണ്. ആദ്യമേ തന്നെ ഞങ്ങളങ്ങനെ തീരുമാനിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ രീതിയിൽ കൺസ്ട്രക്ഷൻ്റെ എലിവേഷൻ്റെ പ്ലാനിങ് തുടങ്ങി അങ്ങനെ വേണമെന്ന് കരുതി തന്നെ ഞങ്ങൾക്ക് അതായിരുന്നു ഞങ്ങളുടെ താല്പര്യം. അതനുസരിച്ച് ഒരു പരിധി വരെ അത് ഞങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പണിയാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതല്ലേ. ആ പ്ലോട്ടിൻ്റെ ഒരു ഘടന പോലും പോകാതെ അതിനനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഈ വീട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സാധാരണ ലോണൊക്കെയാണ് എല്ലാവരും ചെയ്യാറുള്ളത് കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് കൂടുതൽ മരങ്ങൾ, മാവ്, തെങ്ങ്, അതുപോലെ പല ചെടികളും മരങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാര്യം? അത് ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഉള്ള ഈ പ്ലോട്ടിൽ തന്നെ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. കഴിയുന്നത് മരങ്ങൾ കട്ട് ചെയ്യാതെ തന്നെ വീട് കൺസ്ട്രക്ട് ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആദ്യമേ അങ്ങനെ തീരുമാനിച്ചിരുന്നു. മാക്സിമം കട്ട് ചെയ്യാതെ തന്നെ ഞങ്ങൾ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് കുട്ടികൾക്കും കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് കളിക്കാവുന്ന. കാരണം ഞങ്ങൾ പുറത്തുള്ളവരാണ്, ഇവിടെ വരുമ്പോഴാണ് അവർക്ക് കളിക്കാനും പുറത്തിറങ്ങാനും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ആ ഈവനിങ് ടൈമിൽ അവർ കളിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന് കൂടാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് കൂടാന്ന് വെച്ചിട്ടാണ് ഞങ്ങളാണ് ടെൻറ്റ് ഞങ്ങളവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന കിണർ അത് ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തതാണോ അതോ അല്ല, ഓൾറെഡി ഈ പ്ലോട്ടിൽ ആ കിണർ അവിടെ ഉണ്ടായിരുന്നതാണ്. കിണറുണ്ടായിരുന്നുണ്ട്. അത് കളയണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ ശരിക്കും നിങ്ങൾ കാണുന്നത് ഹാഫ് പോർഷനുള്ളൂ. അതവിടെ നിലനിർത്താനായിട്ട് അടിയിലൊരു സ്ലാബ് ഇട്ട് കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് വേ വേണം, 2 സൈഡിലും വേ 2 പോർഷനാക്കിയത്. അത് 2 പോർഷനാക്കി എൻ്റെ ഹാഫ് പോർഷനാണ് നിങ്ങൾക്ക് കാണുന്നത്. അതൊരു ഭംഗിക്ക് കിണറായിട്ട് ഫീൽ ചെയ്യേണ്ട ഇപ്പം നമ്മുടെ വീട് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഡൈനിങ് റൂമാണ്. ശരിക്കും ഒരു വ്യൂ വരുന്നത് നമുക്ക് ഡൈനിങ് റൂമിലേക്കാണ്. സാധാരണ ചിലർക്കൊന്നും അതൊരു കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ഈ പ്ലോട്ടിനനുസരിച്ച് വീട് പണിയണമെന്ന് പറഞ്ഞപ്പോൾ അവരാദ്യമേ തന്നെ പറഞ്ഞിരുന്നു ചില പോരായ്മകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. കാരണം ഈ പ്ലോട്ടിൻ്റെ ഘടന അനുസരിച്ച് ഇതിൻ്റെ ആ ലെയർ പോവാതെ ആ ഭംഗിയോടുകൂടി കിട്ടാണ്ട് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു.
പിന്നെ പ്രൈവസി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ ആരും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കവർ ചെയ്യുകയും ആ ഒരു പ്രൈവസി നമുക്ക് കിട്ടും. മാത്രമല്ല ലിവിങ് റൂമ് ക്ലോസ്ഡ് ആണ്. അതും മറ്റൊരു പ്രത്യേകതയാണ്. കാരണം സാധാരണ നമ്മൾ ലിവിങ് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതിലാണ് കൂടുതൽ കോമൺ കാണുന്നത്. പക്ഷേ ഇവർ ഡോർ വെച്ചത് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? പിന്നെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് ക്ലോസ് ചെയ്താൽ ഞങ്ങൾക്ക് ഇവിടെ വരാനോ ഇരിക്കാനോ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്കൊരു ക്ലാഷ് വരുന്നത് ബുദ്ധിമുട്ട് വരുന്നില്ല. ശരിക്കും നമ്മൾ ഈ വീട്ടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫീലാണ്. കാരണം ഡൈനിങ് ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാത്തിലേക്കും ഒരു കണ്ണു പോകുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തത് തന്നെയായിരുന്നു? പ്ലാൻ ചെയ്തിരുന്നു. ഒരുപാട് എന്താ പറയുക, ഒരു ബ്രേക്ക് ഇല്ലാതെ, കുറച്ചും കൂടി ബ്ലോക്സ് ഒന്നും ഇല്ലാതെ, കുറച്ചും കൂടി കുട്ടികളെല്ലാം അന്നൊക്കെ കുട്ടികൾ ഞങ്ങൾ വീട് പണിയുന്ന സമയത്ത് കുട്ടികൾ ചെറുതാണ്. അപ്പോൾ ഞാൻ ലിവിങ്ങിലിരുന്നാലോ അല്ലെങ്കിൽ കിച്ചണിലിരുന്നാലോ അവരെ തക്ക രീതിയിൽ. പിന്നെ അധിക സമയം നമുക്ക് കാണുന്നില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഉള്ള സമയം, വീട്ടിലുള്ള സമയം എല്ലാവരും ഉണ്ടാവണം എന്ന് അത് ആദ്യമേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മോളിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു വ്യൂ കാണാം. ഇപ്പം ഡൈനിങ്ങിലേക്കാണെങ്കിലും ലിവിങ്ങിലേക്കാണെങ്കിലും ബെഡ്റൂം അതുപോലെ തന്നെ എൻട്രൻസിലെല്ലാം നമുക്ക് ഈ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ വ്യൂ കിട്ടുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുട്ടികളൊക്കെ ചെറുതായിരുന്നു. കുട്ടികൾ മുകളിലേക്ക് കയറിയാലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിളിക്കാനുള്ള സൗകര്യവും പ്ലാൻ ഞങ്ങൾ റിക്വയർമെൻറ്റ്സ് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ശരിക്കും നമ്മൾ കയറി വരുമ്പോൾ തന്നെ മൊത്തത്തിലൊരു തടിയുടെ ഒരു മയമാണ് നമ്മൾ ശരിക്കും കാണുന്നത്. മൊത്തത്തിൽ തടി വെച്ചാണ് ഇപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഇതാണെങ്കിലും അതുപോലെ തന്നെ മൊത്തം പാനൽ ചെയ്തിരിക്കുന്നതും അതുപോലെ എല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്ന തടി അത് തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം ശരിക്കും ഈ ഒരു തടി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൂടിയാണ്. കാരണം ഒരു കേരള സ്റ്റൈൽ വരാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാവരും ഇപ്പോൾ തടിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ തടി ഇത്രയും മാത്രം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാൻ ശരിക്കും ഇത് ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് ഈ പ്ലോട്ട് എടുത്ത് ഈ വീട് ഞങ്ങൾ വെക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് വീടിന് ആവശ്യമുള്ള തടി കിട്ടിയായിരുന്നു. പ്ലാൻ വരച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ട്രഡീഷണൽ ലുക്ക്. ഈ പ്ലോട്ടിന് ചേരുന്നത് ഒരു ട്രഡീഷണൽ ലുക്കാണ്. അപ്പോൾ അതിന് കൂടുതൽ മരം യൂസ് ചെയ്ത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആയിരുന്നു, മരം ഉണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം ആവശ്യമുള്ള കുറച്ച് ഞങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇതൊക്കെ പണിതു ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പില്ലേഴ്സ് പാനൽ ചെയ്തത് ചെറിയതാണ്, ചെറിയ പീസസ് വെച്ചിട്ടാണ്. അത് നനഞ്ഞ തുണി കൊണ്ടൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരും. അല്ലെങ്കിൽ തന്നെ ഇതിനൊരു വെളുത്തൊരു കളർ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലൊരു വെളുത്തൊരു കളർ കാണും. അത് നനഞ്ഞ തുണി കൊണ്ട് തടച്ചത് പെർമനൻ്റ് ആയിട്ട് അതവിടെ പോവത്തേയില്ല. അത് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽ ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് വേണം ഇത് തുടയ്ക്കാമെന്ന് മാത്രമല്ല നമ്മളിങ്ങനെ നല്ല പ്രസ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. സോഫ്റ്റ് മെറ്റീരിയലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നാറുണ്ട്. പൊതുവെ ആൾക്കാരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തേക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇതിപ്പോൾ ഞങ്ങൾ പണിത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും ഡ്രോബാക്സ് അറിയുന്നത്. അതുകൊണ്ട് ഈ ഒരു മരത്തിൽ ഞങ്ങൾ പണിതയിൽ ഞങ്ങൾക്കൊരു ഡ്രോബാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് ഈ പില്ലേഴ്സിൽ അതിൻ്റെ ക്ലീനിങ്, ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ്. മരത്തിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പത്തിനുള്ളൊരു വർക്ക് ചെയ്യുക. ഇതെല്ലാം ചെയ്തിട്ട് വേണം ചെയ്യാനുള്ളത്. അപ്പോക്സി വൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീട് പൊളിച്ചു കളയണം. അതുവരെ അതിലൊരു ലീക്ക് അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഒരു കാരണവശാലും വരണം. മൈ ഹോം ബിൽഡിംഗ് ഡ്രീംസ്. ഇപ്പം നമ്മൾ മിക്കപ്പോഴും ഇപ്പോൾ പണിയുന്ന വീടുകളിലൊക്കെ കോമൺ ആയിട്ട് കാണാറുണ്ട്. കാരണം വീടിനുള്ളിലേക്ക് ലൈറ്റ് വരുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നമ്മളിപ്പോൾ പൊതുവേ കാണാറുണ്ട്. പക്ഷേ ഇത് ആ ടൈമിൽ ഇപ്പം 8 വർഷമായല്ലോ ഈ വീട് വെച്ചിട്ട്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനൊരു ഇത് വരാൻ കാരണം നടുമുറ്റം വേണം, കുറച്ചുകൂടി നാച്ചുറൽ ലൈറ്റ്സ് കിട്ടണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്ലോട്ടിൻ്റെ ഇത് ചെരിഞ്ഞ ടൈപ്പ് ഇതായതുകൊണ്ട് അവരിങ്ങനെ ഒരു ഓപ്ഷൻ അവരാദ്യമേ തന്നായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് പിന്നെ ഇങ്ങനെ കുറച്ചും കൂടി ഒരു സെക്യൂരിറ്റി ബേസിൽ
ആണ് ഞങ്ങൾ അന്ന് ഇത് ചെയ്തത്, ബ്ലോക്ക് ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ ഇത് എത്ര ബെഡ്റൂമാണ് വീട്ടിൽ? ഇതിവിടെ 5 ബെഡ്റൂമുണ്ട്, താഴെ 3 മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ്. അത് മൊത്തം ബെഡ്റൂമിൻ്റെ തന്നെ ഒരു പ്രത്യേകത, വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണത്. ഇപ്പോൾ പണിത് കഴിഞ്ഞപ്പോൾ ഒരു തോന്നലൊരു ഫാമിലി ലിവിങ് ഇല്ല, ഒരു ചെറിയൊരു ഫാമിലി ലിവിങ് കൂടി, ഒരു കുറച്ചുകൂടി പ്രൈവസി ഉള്ളൊരു ഫാമിലി ലിവിങ് ഇല്ല എന്നൊരു ഇത്. പക്ഷെ എനിക്കൊന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണെന്ന് തോന്നുന്നു. ബെഡ്റൂമൊക്കെ അത്രയും സ്പേഷ്യസ് ആയിട്ട് എല്ലാ രീതിയിലും. ബെഡ്റൂമൊക്കെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടും ബാത്റൂമുകളും എല്ലാം ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് അവർ ചെയ്തു തന്നത്. ഇവിടുത്തെ മിക്ക ഫർണിച്ചേഴ്സും തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണ്. എവിടെ നിന്ന് അത്? ഞങ്ങൾ ചൈനയിൽ പോയി, ഞങ്ങൾ തന്നെ പോയി, ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങൾ തന്നെ നിന്ന്, ഞങ്ങൾ പോയി അവിടെ നിന്ന് താമസിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉള്ളത് മാത്രം എടുത്ത് അങ്ങനെ പോകുന്നു. ശരിക്കും ഇതിൻ്റെ എക്സ്റ്റേണൽ ഒരു, അതായത് പുറത്തുനിന്ന് നമ്മളൊരു വ്യൂ നോക്കുമ്പോൾ ശരിക്കും ഇതൊരു 3 നിലയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും വരുന്നത്. പക്ഷേ നമ്മൾ അകത്ത് കയറി കഴിയുമ്പോഴാണ് ഇത് 2 നിലയാണെന്ന് അറിയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഇത്രയും ഇൻഫർമേഷൻസ് തന്നതിന് താങ്ക്സ്. നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ടിപ്പ് അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ ചേച്ചി? എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരത്തിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പത്തിനുള്ളൊരു വർക്ക് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി ലിവിങ് എല്ലാവർക്കും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പം അതിനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ കുറച്ചുകൂടി ഒരു പ്രൈവസി ഉള്ള ഒരു ഫാമിലി ലിവിങ്, അതിൻ്റെ ഒരു ആകെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇവിടെ. എന്നാലും പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലോസ്ഡ്, ഇവിടെ ലിവിങ് ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എന്തായാലും ഇത്രയും ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്. തട്ടായി കിടക്കുന്ന പ്ലോട്ടിൽ കൺസ്ട്രക്ട് ചെയ്ത വീടാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതിന്റെ എക്സ്റ്റേണലും ഇന്റീരിയറുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫർമേഷൻസിനായി കാത്തിരിക്കുക ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇതെല്ലാം ചെയ്തിട്ട് വേണം ചെയ്യാൻ. എപ്പോക്സി വൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീട് പൊളിച്ചു കളയണം. അതുവരെ അതിനൊരു ലീക്ക് അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഒരു കാരണവശാലും വരണം. My home, building dreams. പണ്ട് കാലങ്ങളിൽ ഫ്ലോറിലും വോളിലും കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത് മൊസൈക്കുകളായിരുന്നു. എന്നാൽ പിന്നീട് കാലം മാറിയപ്പോൾ അത് മാർബിളായി, ഗ്രാനൈറ്റായി, ഇപ്പോൾ അത് ടൈൽ എന്നൊരു കോൺസെപ്റ്റിലാണ് എത്തി നിൽക്കുന്നത്. ഡേ ബൈ ഡേ ഒരുപാട് വെറൈറ്റീസ് ഈ ടൈലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എങ്ങനെയാണ് വരുന്നത് തുടങ്ങി ഒരുപാട് സംശയങ്ങൾ നമുക്കിടയിലുണ്ട്. ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ നമ്മോടൊപ്പം മിസ്റ്റർ സുൽഫി എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു ബിസിനസ്സിൽ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ്. നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം. നമസ്കാരം
ഇപ്പം എല്ലാവരും ടൈലാണ് കൂടുതലും ഫ്ലോറിങ്ങിനായിട്ടും അതുപോലെ തന്നെ വോളിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈലാണ്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എത്രത്തോളം വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഈ ടൈലിൽ? എത്ര തരം ടൈലിൽ പറയണമെങ്കിൽ സെറാമിക് വരുന്നുണ്ട്, വെട്രിഫൈഡ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വന്നിട്ട് ഗ്രെസ് പോർസലിൻ എന്ന് പറഞ്ഞിട്ട് അതാണ് ലേറ്റസ്റ്റ് ഇപ്പോൾ വരുന്നത്. ഈ വെർട്ടിഫൈഡും സെറാമിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ടൈല് തമ്മിലുള്ള വ്യത്യാസം, സെറാമിക് വരുമ്പോഴത്തേക്കും അതിൽ റെഡ് ക്ലേ യൂസ് ചെയ്യുന്നത്, സെറാമിക്കിൽ വരുമ്പോഴത്തേക്കും. വെട്രിഫൈഡിൽ വരുമ്പോഴത്തേക്കും അതിൽ വൈറ്റ് ക്ലേ വിത്ത് ഫെൽസ്പാർ എന്ന് പറഞ്ഞിട്ട് ഗ്ലാസിന് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, അതും കൂടി വന്നിട്ട് അത് വരുമ്പോഴത്തേക്കും സ്ട്രെങ്ത് കൂടുതൽ വരുമ്പോഴത്തേക്കും അത് ഹീറ്റിങ്ങിലും വ്യത്യാസമുണ്ട്. ഈ ടൈലുകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് വെട്രിഫൈഡ് ടൈലാണോ? ഗ്രെസ് പോർസലിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്, അതിലാണ് ഇപ്പോൾ ഏറ്റവും ക്വാളിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നത്. പക്ഷേ സ്ട്രെങ്ത്തും കൂടുതലുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 അങ്ങനെ അപ് ടു ഗ്രൂപ്പ് 5 വരെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഗ്രൂപ്പ് 5 സീരീസിൽ നിൽക്കുന്ന വരുമ്പോഴത്തേക്കും ഗ്രെസ് പോർസലിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻ ദ സെൻസ് ഒരു 2 വർഷമായിട്ടുണ്ട്. അത് ഒരു നോർമൽ പേഴ്സൺ ഇപ്പം വെട്രിഫൈഡ് ടൈല് കണ്ടാലും അല്ലെങ്കിൽ സെറാമിക് ടൈലും കണ്ടാലും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നോർമൽ ആയിട്ടുള്ള ഒരു കസ്റ്റമറിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറാമിക്കിൽ സെയിം ഫിനിഷിൽ തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ടൈലുകൾ തന്നെ പൊതുവായിട്ട് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് എന്താണ് ഈ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്? ഈ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് തന്നത് മാനുഫാക്ചറിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് അതിൻ്റെ ഫുൾ ചെക്ക് ചെയ്ത് അതിലെന്തെങ്കിലും കളർ വേരിയേഷനോ അല്ലെങ്കിൽ സൈസ് വേരിയേഷനോ ഇതെല്ലാം ചെക്ക് ചെയ്ത് അതിന് ശേഷമാണ് അതിൻ്റെ പാക്കിങ്ങിൽ വന്നത്. ഈ പാക്കിങ്ങിൽ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ക്വാളിറ്റി എല്ലാം അതിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രീമിയം എന്ന് അടിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ബോക്സിൽ അടിച്ചിട്ടുണ്ടാവും. അത് ക്ലിയർ ആയിട്ട് അടിച്ചിട്ടുണ്ടാവും. അത് ബോക്സിൻ്റെ കളറും വ്യത്യാസം ഉണ്ടാവും. വേറെ സെക്കൻഡ് ക്വാളിറ്റി വരുമ്പോഴത്തേക്കും അത് ബോക്സ് പറഞ്ഞാൽ മനസ്സിലാവുകയാണെങ്കിൽ അതിൽ ചെറിയ ചിപ്പിംഗ് ഉണ്ടാകും, കളർ വേരിയേഷൻ ഉണ്ടാകും. ഈ ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ അതിലെന്തെങ്കിലും ഇതിപ്പോൾ ഇതെല്ലാം ഹീറ്റ് ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിൽ ദർ ഇസ് എ ചാൻസ് മീൻസ് ഇതിൽ സ്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ ബെൻഡോ അല്ലെങ്കിൽ കളർ വേരിയേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ലേ ചെയ്യുന്ന സമയത്ത് തന്നെ അത് കമ്പനിയുടെ പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ആണ്, അത് കംപ്ലീറ്റ് അതൊരു റീപ്ലേസ് ചെയ്ത് മാറ്റിത്തരും. ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ റീപ്ലേസ് ചെയ്യും. ഈവൻ സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിലോ? സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിൽ ഇല്ല. ഇപ്പോൾ പലരും ടൈല് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ പറയാറുണ്ട് ഒരു സൈഡ് പൊങ്ങി ഒരു സൈഡ് താമൊക്കെ ഇരിക്കുന്നു. അത് പലരും പറയുന്നു അത് വെട്രിഫൈഡ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട്. ഇതിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇതിൽ വന്നിട്ട് വെട്രിഫൈഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ടുള്ളത് പറഞ്ഞത് പക്ഷേ ടൈല് ബേസിക്കലി ടൈൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹീറ്റ് ചെയ്തുണ്ടാക്കുന്ന സാധനമാണ്, ഇത്രയും ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യണേ. പക്ഷെ നല്ല ടൈലാകുമ്പോഴത്തേക്കും എപ്പോഴും അതിൽ ബെൻഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഹീറ്റിംഗ് കൂടുതലാണ്. ഇപ്പോൾ വില കുറഞ്ഞ ടൈൽ എടുക്കണമെങ്കിൽ അതിൽ ഫയറിങ് കുറവായിരിക്കും, അതിലൊരു കാരണവശാലും ബെൻഡ് കാണില്ല. പക്ഷേ അതിൻ്റെ ഫയറിങ് അത്ര കുറച്ചിട്ടുള്ള ഫയറിങ് ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവില്ല, അത് ആ ടൈലിനൊരു സ്ട്രെങ്ത് കാണില്ല. വെറുതെ ഒന്നെടുത്തിട്ടൊന്ന് പൊടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് വെറുതെ ഒരു വടിയുണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം പൊടിക്കും. ഫയറിങ് കൂടുമ്പോഴത്തേക്കും അതനുസരിച്ചുള്ള ബെൻഡ്, എസ്പെഷ്യലി സെറാമിക്കിലാകുമ്പോഴത്തേക്കും ബെൻഡ് ചാൻസ് കൂടുതലാണ്, ഫയറിങ് കൂടുതലാണ്. അതിൻ്റെ മെറ്റീരിയൽ അതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുമ്പോഴത്തേക്കും ഫെൽസ്പാർ യൂസ് ചെയ്യുന്നത് അതിൽ ബെൻഡ് ചാൻസ് വളരെ കുറവാണ്. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും ക്ലേ ആണ്, നോർമൽ ക്ലേ ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ആ ക്ലേ വരുമ്പോഴത്തേക്കും ക്ലേ ഹീറ്റ് ഫയറിങ് കൂടുന്നതനുസരിച്ച് അതിൽ ബെൻഡ് ചാൻസ് കൂടുതലാണ്. അത് ഈ ഫിക്സിങ്ങിൻ്റെ എന്തെങ്കിലും തീർച്ചയായിട്ടും ഫിക്സിങ്ങിലാണ് ഏറ്റവും നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സിങ്ങിൻ്റെ പാർട്ട് വരുമ്പോഴത്തേക്കും അതിൽ ബാർഗെയിൻ ചെയ്യും ലെയറായിട്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്വയർ ഫീറ്റിലാണ് ഇത് മെയിൻലി സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ഫിക്സിങ് ചാർജ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രത്തോളം ഫാസ്റ്റായിട്ട് അത് തീർക്കാൻ പറ്റുമോ അത്രത്തോളം ഫാസ്റ്റായിട്ട് അത് തീർത്തു പോകും. അതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലേയിങ് കുറയാൻ ചാൻസ് ഉണ്ട്. ഇതിനെന്താ നമ്മളൊരു സൊല്യൂഷനായിട്ട് നമുക്ക് എന്താ ഇതിൽ ചെയ്യാൻ പറ്റുന്നത്? അല്ല, സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേയിങ്ങിന് വന്നിട്ട് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 10 രൂപ സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 രൂപ കൂടി എക്സ്ട്രാ കൊടുത്തേക്കാം. പക്ഷേ അവരത് ക്ലിയർ ആയിട്ട് പറയുക സംഗതി ലേയിങ് പെർഫെക്റ്റ് ആയിരിക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോക്സിൽ എല്ലാ കമ്പനിയുടെയും ബോക്സിൽ എഴുതുന്നുണ്ട്, എസ്പെഷ്യലി ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ എല്ലാം ബോക്സിൽ എഴുതുന്നുണ്ട്. ലേയിങ് വരുമ്പോഴത്തേക്കും ഓരോ ടൈലും എടുത്ത് വെച്ച് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം ശരിക്കും നോക്കിയിട്ട് വേണം ഇരിക്കാൻ. അത് സോർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് ഫുൾ എടുത്തിട്ട് കംപ്ലീറ്റ് അത് നോക്കിയിട്ട് വേണം ഇരിക്കാനെന്നുള്ളത്. പക്ഷെ അതിവിടെ പൊതുവേ അത് നടക്കത്തൊരു കാര്യമാണ്. അപ്പം നമ്മൾ ടൈല് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അത് അതിൻ്റെ സൈസും എല്ലാം നോക്കി നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വേണം ഫിക്സ് ചെയ്യാൻ, അല്ലേ? അത് ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം കമ്പനിക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും റീപ്ലേസ് ചെയ്യില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിരിക്കുന്നതിന് മുമ്പ് തന്നെ അത് കംപ്ലീറ്റ് അത് സോർട്ട് ചെയ്ത് അതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അത് വിരിക്കാൻ പറ്റും. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കമ്പനി അത് കംപ്ലീറ്റ് ഫുൾ അവരുടെ ചിലവിൽ തന്നെ കംപ്ലീറ്റ് അത് തിരിച്ചെടുത്ത് അത് വേറെ ലോട്ട് കൊടുക്കും. അത് ഫസ്റ്റ് ക്വാളിറ്റി ആണ്. അത് ഫസ്റ്റ് ക്വാളിറ്റി ആണ്. സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിൽ അതിലൊരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ നമ്മൾ ടൈലിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബാത്റൂമിൽ ടൈലിടുമ്പോഴാണ്. ബാത്റൂമിൽ ടൈലിടുമ്പോഴത്തേക്ക് നമ്മൾ തേപ്പ് തൊട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എസ്പെഷ്യലി അത് ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ അതിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യണം.
അതെങ്ങനെയാണ് വാട്ടർ പ്രൂഫ് നമ്മൾ ചെയ്യാൻ? അത് നമ്മളിപ്പോൾ ഈ സിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ടും കൂടി ചെയ്തിട്ട് അത് വെച്ചിട്ട് സിമെൻറ്റ് ചെയ്ത് പോകാം. അപ്പോഴത്തേക്ക് ആ ലീക്ക് കഴിയുന്നതും ഇല്ലാണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ലീക്ക് വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അതിനുശേഷം ടൈൽ ഒട്ടിക്കുമ്പോഴത്തേക്കും സ്പേസിലിട്ടിട്ട് ടൈൽ ടൈറ്റ് ജോയിൻറ്റ് ചെയ്യാണ്ട് സ്പേസിലിട്ട് ഒട്ടിക്കണമെങ്കിൽ അതിൽ എപ്പോക്സി എന്ന് പറഞ്ഞൊരു ഫില്ലിംഗ് വരുന്നുണ്ട്. അത് എന്താ ഈ എപ്പോക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റെസിൻ ബേസ്ഡ് മെറ്റീരിയലാണ്. അതിട്ട് ഫില്ല് ചെയ്ത് പോകണമെങ്കിൽ ലീക്ക് ഒരിക്കലും വരില്ല. അത് കംപ്ലീറ്റ് ലീക്ക് പ്രൂഫ് ആയിരിക്കും. അത് ഇവൻ ഫോർ നമുക്ക് മെയിൻ ഫ്ലോറിങ്ങിലാണെങ്കിൽ പോലും എപ്പോക്സി ആയിട്ട് ഫില്ല് ചെയ്യാം. വെച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ജോയിൻറ്റ് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ടൈൽ ഇടാൻ പാടില്ല. നമ്മളിവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമേ കാണാൻ നമുക്ക് ടൈല് ടൈറ്റായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈൽ എപ്പോഴും നമുക്ക് ഒരു എയർ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇത് മെയിനായിട്ട് ബേസിക്കലി ആരും ഇതിനെപ്പറ്റി പറഞ്ഞതിന് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. ആർക്കും അറിയില്ല. ഞാനും ഫസ്റ്റ് ടൈം ആകുന്നത്. അതെ അതെ അതെ. ഇപ്പൊ ഇതിന്റെ കോസ്റ്റിനെ പറ്റിയൊന്നും സാധാരണ ഒരാൾക്ക് അതിനെ പറ്റിയുള്ള വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഇപ്പൊ സാർ പറഞ്ഞ പോലെ അപ്പോക്സി അതിന്റെയൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? എപ്പോക്സി ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ വെച്ച് നോക്കണമെങ്കിൽ എപ്പോക്സി വില കൂടുതലാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് ഏറ്റവും കുറഞ്ഞത് ഒരു 13-നും 15-നും ഇടയ്ക്ക് വരും. ഹയർ സൈഡാണ് എപ്പോഴും നോക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് കൂടുതൽ വരും ഒരു ടോയ്ലറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും. പക്ഷേ അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു കോസ്റ്റ് ആയിട്ട് എടുക്കരുത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലീക്ക് വന്ന് കംപ്ലീറ്റ് പൊളിച്ചു ഇതെല്ലാം ചെയ്തിട്ട് വേണം ചെയ്യാനുള്ളത്. എപ്പോക്സി വൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീട് പൊളിച്ചു കളയണം. അതുവരെ അതിനൊരു ലീക്ക് അങ്ങനെയുള്ള ഒരു ഇഷ്യൂ കുറച്ച് കാശ് മുടക്കി അപ്പോക്സി വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമ്മുടെ ഒരു വീടിന്റെ ഒരു മൊത്തം കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എപ്പോക്സിക്ക് വരുന്നത് ഒന്നുമല്ല. ടൈലിന് പകരം ഇപ്പോൾ പലയിടത്തും കോമൺ ആയിട്ട് കാണുന്ന വുഡ് വെച്ചിട്ടുള്ള ഫ്ലോറിംഗ് ഒക്കെയാണ് മെയിനായിട്ട് കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഇതിനോട് തന്നെ സിമിലാരിറ്റി തോന്നുന്ന ഒരു വുഡിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. ഇത് വരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാമിനേറ്റ് വുഡൻ ഫ്ലോറിംഗ് ആണ്. ലാമിനേറ്റ് വുഡൻ ഫ്ലോറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MDF ലാമിനേറ്റ് വരുന്നത് ഇതാ അതിൻ്റെ മെറ്റീരിയൽ ഇതാ യൂസ് ചെയ്തിരിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് മാത്രമേ അതിൽ ആ ഇത് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വെനീർ ഇതിൻ്റെ പുറത്ത് ഒട്ടിക്കണവർ അതിൻ്റെ പുറത്ത് വന്നിട്ട് ഒരു അലൂമിനിയം കോട്ടിങ്ങിൽ വരുന്നുണ്ട്. അതാണ് ഒരു കാരണം സ്ക്രാച്ച് വരില്ല അതിൽ. വേറെ എന്തെങ്കിലും ഇതിന് നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നനവ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാംനെസ് പിന്നെ അല്ലെങ്കിൽ വന്നിട്ട് മോയ്സ്ചർ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ലൈഫില്ല. ഒരു കാരണവശാലും അതിനുള്ള ഒരു ഗ്യാരണ്ടി കമ്പനി കൊടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു വുഡിൽ സ്ക്രാച്ചസ് പെട്ടെന്ന് വീഴും. വുഡിൽ വരുമ്പോഴത്തേക്കുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ചസ് പെട്ടെന്ന് വീഴും. പക്ഷേ അതിന് വെള്ളം ഒരു പ്രശ്നമല്ല. അതിന് വെള്ളം പ്രശ്നമല്ല. പക്ഷേ ഇതിനൊക്കെ ഉപരി ഇപ്പോൾ ഇറ്റാലിയൻ ടൈൽസ് കുറേ വരുന്നുണ്ട്. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വുഡാണെന്നേ പറയുള്ളൂ. അത് നമ്മൾ കാണുന്ന ടൈല് പോലെ ഈക്വൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ തന്നെയല്ല, അല്ലാതെ വെള്ളം വീണാൽ പ്രശ്നം ഒരു കുഴപ്പമില്ല. അത് എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വൺസ് ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൊളിച്ചു കളയാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് പോകില്ല, ഒരു കാരണം പോകില്ല. അത്ര ഗ്യാരണ്ടീഡ് സാധനമാണ്. എത്ര ഹെവി ട്രാഫിക് ആണ് എടുക്കണമെങ്കിൽ എടുത്തുള്ളത്, ഒരു കുഴപ്പമില്ല അതിന്. പിന്നെ വേറെ എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഇപ്പം കൂടുതലായിട്ട് വരുന്നത്? ടൈലിൻ്റെ ഡിസൈൻ കോൺസെപ്റ്റ് വെച്ച് നോക്കണമെങ്കിൽ ഇപ്പോൾ ഒരു എൻഡ്ലെസ് എന്ന് പറയുകയാണെങ്കിൽ ഡേ ബൈ ഡേ പുതിയ പുതിയ ഡിസൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ വളരെ കൺഫ്യൂസ്ഡ് ആണ് ഏത് ടൈൽ യൂസ് ചെയ്യണം. പക്ഷേ അത് അതിന് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും അത് കൊടുക്കണത്. ടൈലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റി, അതുപോലെ തന്നെ വ്യൂവേഴ്സിന് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം വീട് നിർമ്മാണത്തെ സംബന്ധിക്കുന്ന കൂടുതൽ ഇൻഫർമേഷൻസുമായി പതിവ് പോലെ മൈ ഹോമിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം.